സംസ്ഥാനത്തേക്ക് പോകാം. അവിടെ എന്തൊക്കെ നടക്കുന്നു, പല ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി വാർത്തകൾ കൂടിയുള്ള ദിവസമാണ്. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖ്, കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ, കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് തുടങ്ങിയവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ ഒരുപാട് വാർത്തകൾ ഇന്ന് വരുന്ന ദിവസമാണ്. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ചേർന്ന LDF-ൽ ഭൂരിപക്ഷം ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളുണ്ട്. ഒപ്പം തന്നെ CPM സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊന്ന്, ആശാ വർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ നടക്കുകയാണ്. 26,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ സമരത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത്. തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഷിഖ്, ഇന്നിപ്പോൾ ആഷിഖിന്റെ ഗുഡ് മോർണിംഗിൽ തന്നെ ആ ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും വാർത്തകളുള്ള ദിവസമാണ്, പരക്കം പായേണ്ടി വരുന്ന ഒരു ദിവസമാണ്. എന്നാലും ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ വാർത്തകളാണെന്ന് വളരെ പ്രാധാന്യത്തോടെ തിരുവനന്തപുരത്ത് പറയാനുള്ളത്? തിരുവനന്തപുരത്ത് നിന്ന് വരാനിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളുടെ തുടർ വാർത്തകളും ചില പ്രധാന പരിപാടികളുമാണ്. തുടർ വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. RJDയും CPIയും ഉയർത്തിയ എതിർപ്പുകളെ പരിഗണിച്ചുകൊണ്ട് അവ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിലേക്ക് ഇന്നലെ LDF യോഗം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കങ്ങൾ മുന്നണിയുടെ ഭാഗത്തു നിന്നും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എതിർപ്പുന്നയിച്ച ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായി നടക്കും എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ ഇന്ന് വരാനിരിക്കുന്നുണ്ട്. മറ്റൊന്ന് തരൂർ വിവാദമാണ്. തരൂര് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും മോദി നയവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായ മറ്റൊരു നിലപാടെടുക്കുകയും അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയും ഇന്നലെ ഹൈക്കമാൻഡ് വിളിച്ച് നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഈ ചർച്ചയ്ക്ക് ശേഷവും തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് തരൂർ. ഈ ഘട്ടത്തിൽ തരൂരിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ, അവഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് KPCC എത്തുന്നു എന്നുള്ളതാണ്. ഇനിയും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടതില്ല. തരൂരിനെ പൂർണ്ണമായും അവഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇന്നലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ തരൂർ ഒരു ഒളിയമ്പ് മറ്റ് നേതാക്കൾക്കെതിരെ അയക്കുന്നതും കണ്ടു. തന്റെ വിഷയത്തിലെങ്കിലും പാർട്ടിയിലെ അനൈക്യം ഒഴിവാക്കി ഐക്യമുണ്ടായല്ലോ എന്ന ഒരു വിമർശനം, ഒരു പരോക്ഷ വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് തരൂർ തന്റെ നിലപാടിൽ ഉറയ്ക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ വിവാദം അവസാനിച്ചില്ല. അവഗണിക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിലേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് വരാനിരിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് ചില പരിപാടികൾ, പ്രധാനപ്പെട്ട ചില പരിപാടികൾ കൂടിയുണ്ട്. അതിൽ ആദ്യത്തേത് UGC കരട് നയത്തിനെതിരായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കൺവെൻഷനാണ്. വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം, ഉന്നത ഉദ്യോഗസ്ഥരടക്കം, വിദ്യാഭ്യാസ വിചക്ഷണരടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ ഇന്ന് ശങ്കരനാരായണ തമ്പി, നിയമസഭയിൽ ശങ്കരനാരായണ തമ്പി ഹാളിൽ വെച്ച് നടക്കും. അതുമായി ബന്ധപ്പെട്ട് ചില ഗവർണറുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, UGC കരട് നയത്തിനെതിരെ എന്ന പ്രയോഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഗവർണർ എതിർപ്പ് അറിയിക്കുകയും തുടർന്ന് അത് തിരുത്തി പുതിയ സർക്കുലർ സർക്കാർ ഇറക്കുകയും ഒക്കെ ചെയ്ത ഒരു വിവാദം പുതിയ ഗവർണറുമായി സർക്കാർ തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കൺവെൻഷൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കൺവെൻഷൻ നടക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ VC-മാരൊന്നും ഈ സർവകലാശാലയിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള, കാലിക്കറ്റ് അടക്കമുള്ള സർവകലാശാലയിലെ VC-മാർ ഈ കൺവെൻഷനിൽ ഇന്ന് പങ്കെടുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് CPI സംസ്ഥാന കമ്മിറ്റിയാണ്. സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കാനിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനത്തേതും ഏറ്റവും ജനകീയമായതും എന്ന് തന്നെ പറയാം, ആശാ വർക്കർമാരുടെ സമരമാണ്. ഇന്ന് മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് 11ാം ദിവസമാണ്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. ഇനി 2 മാസത്തെ ഓണറേറിയം കുടിശ്ശിക നൽകിയിട്ടുണ്ടെങ്കിലും 3 മാസത്തെ ഇൻസെന്റീവ് നൽകാനുണ്ട്. ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. മറ്റനേകം ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് വരെ സമരം തുടരും എന്ന നിലപാടിൽ തന്നെയാണ്. ഇന്നലെ ഓണറേറിയം തുക കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം ആശാവർക്കർമാർ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ സമരത്തിനെത്തും എന്നാണ് സമരസമിതി അവകാശപ്പെടുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഇന്നുണ്ടാകും. ജിൽസി, ശരി ആഷിഖ്, എന്തായാലും ഒരുപാട് വാർത്തകൾ, അതിന്റെ തുടർ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.